ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് 5ാം പതിപ്പിന് വർണ്ണാഭമായ തുടക്കം. ബേപ്പൂരിന്റെ തീരദേശ മേഖലയിലെ ജനങ്ങളുടെ ഐക്യം വർദ്ധിപ്പിക്കാനും ടൂറിസം ഭൂപടത്തിൽ ബേപ്പൂരിന്റെ സ്ഥാനം ഉറപ്പിക്കാനും വാട്ടർ ഫെസ്റ്റിനായെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഫെസ്റ്റ് നാളെ സമാപിക്കും. കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകളുമായാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ 5ാം പതിപ്പിന് തുടക്കമായത്. ബേപ്പൂരിന്റെ ആകാശത്ത് പാരാ മോട്ടറിംഗ്, കാഴ്ചക്കാർക്ക് ആവേശം പകർന്ന് നാടൻ വള്ളംകളി മത്സരം, വർണ്ണപ്പട്ടങ്ങൾ ആകാശം കീഴടക്കി ഉയർന്നു പൊങ്ങി. കുതിര, പുലി എന്നുവേണ്ട നിരവധി മൃഗങ്ങളുടെ ഭീമൻ പട്ടങ്ങളായിരുന്നു ഇത്. കുട്ടികൾക്കിതെല്ലാം പുതിയൊരു കാഴ്ചാനുഭവം തന്നെയായിരുന്നു. പട്ടങ്ങള്, പിന്നെ കുറച്ച് അവിടെ ബോട്ട് എല്ലാം നല്ല ഭംഗിയുണ്ട്. എങ്ങനെ പട്ടം പറക്കുമ്പോഴുള്ള അങ്ങനെ ഇവിടെ ഇതേ ടൈമിൽ ഞങ്ങൾ വന്നില്ല. ഘോഷയാത്രയുടെ അകമ്പടിയോടെയാണ് ഉദ്ഘാടന പരിപാടി തുടങ്ങിയത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. പ്രാദേശികമായ പങ്കാളിത്തം പരിപാടികളിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രത്യേക ശ്രദ്ധ വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ ഫെസ്റ്റ് മുന്നോട്ട് പോയത്. ഈ മണ്ണിൽ മനുഷ്യർ ജീവിക്കുന്ന കാലത്തോളം ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് മുടങ്ങാതെ സംഘടിപ്പിക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയമാർക്കും വേണ്ടതില്ല. നിരവധി കലാപരിപാടികളും അരങ്ങേറി. മിന്നി മിന്നി കത്തി പ്രകാശം ചൊരിഞ്ഞ വർണ്ണവെളിച്ചങ്ങളും സുന്ദര കാഴ്ചകളായി. നിരവധി പേരാണ് മറീന ബീച്ചിലേക്ക് എത്തിയത്. 7 വേദികളിലായാണ് ഫെസ്റ്റ് നടക്കുന്നത്. ജയൻ കല്യാശ്ശേരിക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.